ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് എവിടെയെന്ന് അറിയോ? നമ്മൾ 4 മണിക്കാറ്റ് കാണാൻ എത്തിയിരിക്കുകയാണ്. അത് ഈ ചാവക്കാടിൻ്റെയും തൃപ്രയാറിനും ഇടയ്ക്ക് മൂന്നങ്കല്ല് എന്നുള്ള സ്ഥലത്തു നിന്ന് നമ്മൾ പോക്കറ്റ് റോഡിലൂടെ പോയാലാണ് ഈ സ്ഥലത്തേക്ക് എത്തട്ടോ. 4 മണിക്കാറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി നമ്മളിപ്പോൾ അവിടേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ അവിടെ നിറയെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ ടീ സ്റ്റാളുകളും അങ്ങനെ പാർക്ക് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ 4 മണിക്കാറ്റിൻ്റെ കവാടം കേട്ടോ. അതോ ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ എൻട്രി ഫീ 10 രൂപയാണ് കേട്ടോ. അത് നമ്മളുടെ കുട്ടികളുടെ പാർക്കിലേക്കൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് എൻട്രി ഫീ 10 രൂപ. പിന്നെ നമ്മൾ ബോട്ടിങ്ങിനുമാണ് ഇവിടെ ടിക്കറ്റ് എടുക്കുന്നത്. ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 100 രൂപ 50 രൂപ നമ്മൾ സെലക്ട് ചെയ്യുന്ന ബോട്ടുകൾക്കനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു വഞ്ചിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 4 മണിക്കാറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നല്ല അതിമനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ അപ്പോൾ വഞ്ചിയിൽ കയറാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നമ്മൾക്ക് ലൈഫ് ജാക്കറ്റൊക്കെ തരികയാണ് അവർ. അപ്പോൾ നമ്മളതൊക്കെ ധരിച്ചതിന് ശേഷമാണ് നമ്മൾ ബോട്ടിലും വഞ്ചിയിലൊക്കെ കയറാൻ പാടുകയുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ പെഡൽ ബോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബോട്ടുകൾ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വഞ്ചിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു ആൾക്ക് 50 രൂപയാണ് ഈ വഞ്ചിയിൽ യാത്ര ചെയ്യാം കേട്ടോ. നമ്മൾ കുട്ടികളെയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വളരെ മനോഹരമായ ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ 4 മണിക്കാറ്റ്. സൂപ്പറാണ്. ഞങ്ങളിവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 3:30 മണിയൊക്കെയാണ് കേട്ടോ സമയം. അപ്പോൾ ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 4, 4:30, 5 മണിയൊക്കെ ആയപ്പോഴേക്കും നല്ല അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി. 4 മണിക്കാറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ 4 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ തിരക്കൊക്കെ വന്നു തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മൾ വഞ്ചിയിൽ ഇങ്ങനെ പോകുമ്പോൾ ആ സൈഡിലായിട്ട് ഒരു 2-3 അരയന്നങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. നമ്മൾ ആ സമയത്ത് നമ്മളുടെ എല്ലാ ടെൻഷനും കാര്യങ്ങളൊക്കെ മറന്ന് നമ്മൾ ആസ്വദിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള യാത്രകളൊക്കെ നമുക്ക് എന്നും ഒരു ആസ്വാദനം തന്നെയാണ് കേട്ടോ. അങ്ങനെ തടാകത്തിലൂടെ ഒരു റൗണ്ട് അടിച്ച ശേഷം വഞ്ചി കരക്കിയെടുക്കുകയാണ്.
അപ്പോൾ ഈ 4 മണിക്കാറ്റിൻ്റെ ഇവിടുത്തെ പ്രവർത്തന സമയം കാലത്ത് 8 മണി മുതൽ വൈകിട്ട് ഒരു 10 മണി വരെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാത്രി കാഴ്ചകളും കാര്യങ്ങളൊക്കെ അതിമനോഹരമാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും രാത്രി ആവുന്നവരെ നിൽക്കുന്നതില്ല. അപ്പോൾ നമുക്ക് പറ്റിയ പിന്നൊരു ദിവസം വന്നിട്ട് നമുക്ക് രാത്രി കാഴ്ചകളൊക്കെ എടുക്കാം കേട്ടോ. ഓക്കെ. ഇപ്പോൾ നമ്മളെത്തിയിരിക്കുന്നത് കയാക്കിംഗ് ബോട്ടിംഗ് ആണ്. കയാക്കിംഗ് ബോട്ടിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ഇതാണ് കയാക്കിംഗ് ബോട്ടുകൾ കേട്ടോ. ഇവിടെ ഒരാൾക്ക് സവാരി ചെയ്യാനുള്ള ബോട്ടുകളുണ്ട്, 2 പേർക്ക് പോകാനുള്ളതുണ്ട്. ഇവിടെ ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനിവിടെ ചോദിച്ചു ആരും ഇപ്പോൾ എന്താ ബോട്ടിലൊന്നും പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതൊക്കെ കാലത്താണ് പോകാൻ നല്ലതെന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഈ കയാക്കിംഗ് ചെയ്യാൻ പറ്റുന്നത് കാലത്താണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനായിട്ട് വരുന്നവരുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ അവിടുന്ന് വരാൻ പ്ലാൻ ഇട്ടുണ്ടെങ്കിൽ തലേ ദിവസം വിളിച്ച് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ അടിക്കുക. ബെല്ലൈക്കൺ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബായ്.